ഈ ഒരു മാസത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറെ ലേഖനങ്ങളും ആസ്വാദന ബുക്കുകൾക്കായിട്ടുണ്ട്. പ്രത്യേകിച്ചും ലൈബ്രറി പുസ്തകങ്ങൾ നൽകിയതിന്റെ ഭാഗമായി ആ പുസ്തകങ്ങളുടെ ആസ്വാദന ബുക്ക് എഴുതി. അതുപോലെ തന്നെ ഈ കാലയളവിൽ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ട് ചില ലേഖനങ്ങൾ തയ്യാറാക്കി. ഇതിന്റെയൊക്കെ ഒരു സമാഹാരം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രകാശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രകാശനത്തിന് എത്തിയിട്ടുള്ളത് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളത് സനൂപ് സുരേഷാണ്. ഒരു 8 വർഷം മുമ്പ് ഇതേപോലെ നിങ്ങളുടെ കൂടെ അവിടെ ഇരുന്ന് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ കൗതുകത്തോടെ കണ്ട സനൂപ് സുരേഷാണ് നമുക്ക് ഇന്ന് ഈ പ്രകാശനത്തിൽ എത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് കണ്ടുവന്നത് മാത്രമല്ല, കണ്ടതൊക്കെ തന്റേതാക്കി മാറ്റാനും തന്റേത രീതിയിൽ അതിനെ മെച്ചപ്പെടുത്താനും ഒക്കെ സനൂപിന് ആ കാലത്ത് തന്നെ കഴിഞ്ഞു. 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് ഇൻസ്പയർ അവാർഡ്, ഈ യൂണിയൻ ഇൻസ്പയർ അവാർഡ് കിട്ടിയിട്ട് 8ാം ക്ലാസ്സിലാണ് അതിന്റെ പ്രസിഡന്റ്. സാഹിത്യത്തിലേക്ക്, ലിറ്ററേച്ചറിലേക്ക് മാറുകയും ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള പുസ്തകങ്ങളെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകൾ ഇടുകയും ചെയ്യുന്ന സനൂപ് സുരേഷ് വായനയുടെ ഒരു പ്രത്യേക ലോകത്തേക്ക് തന്നെ ഒരുപാട് പേരെ കടത്തിവിടാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനമായ ഒരു സംഗതിയാണ്. അത്തരത്തിലൊക്കെ ഇടത്തുനിൽക്കുന്ന ഇപ്പോഴും ആനുകാലിക വിഷയങ്ങൾ നടത്തിക്കുന്ന സനൂപ് അനുവാദം നൽകി, അതായത് ഇന്ത്യയിൽ നടത്തുകയും അതിനുള്ള സഹകരണം നൽകുകയും ഒപ്പം നിൽക്കുകയും അത് ഭംഗിയാക്കുന്നതിന് അവസാനത്തെ ചെയ്യുന്ന ശശിധരമാഷാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ രീതിയിലേക്ക് സ്വാഗതം. കൂടാതെ നമുക്ക് ഈ ചടങ്ങിന് ആശംസകൾ സാഹിത്യ സംഗീത പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന സുമ ടീച്ചറെ ഈ വേദിയിലേക്ക് ആശംസകൾ വേണ്ടി നമ്മുടെ സ്കൂളിൽ ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ പൊതുവേദികളിൽ പുറത്ത് നിരവധി പൊതുവേദികളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രസംഗങ്ങൾ താക്കളൊക്കെ നടത്തുന്ന മനോജ് മാഷുണ്ട്. മനോജ് മാഷെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ ലൈബ്രറി പുസ്തകങ്ങൾ കൊടുത്തതാണ് നിമിത്തമായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ലൈബ്രറി പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാനും ആ കൊടുത്ത പുസ്തകങ്ങളുടെ ആസ്വാദനം മേടിക്കാനും ഒക്കെ നിർബന്ധിക്കുന്ന ശാന്തി ടീച്ചർ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത്തരത്തില് തുടക്കത്തിന് സന്നദ്ധമായി എഴുതുകയും ഇവിടെ എത്തുകയും ചെയ്ത മുഴുവൻ വിദ്യാലയ സാഹിത്യ മറ്റു സാഹിത്യകാരന്മാരെയും സാഹിത്യകാരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ ശശി മാഷെ സ്വാഗതം. വായന കഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ പരിപാടി നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് സനൂപ്. സനൂപിനെ തന്നെ കിട്ടിയിരിക്കുന്നത് നമുക്കേറെ ഭാഗ്യമാണ്. കാരണം സനൂപിന്റെ ക്ലാസ് ടീച്ചറാണ് ലൈബ്രറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ടീച്ചറുടെ ക്ലാസ്സിലെ മികച്ചതായ കുട്ടി ഇന്ത്യയിൽ നമ്മുടെ സ്കൂളിൽ വായന പക്ഷാചരണത്തിന്റെ ആ ദിനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിലുപരിയായ സന്തോഷം പറ്റില്ല എന്നർത്ഥം. നമ്മൾ ആരെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയാകുന്നു നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ട് ഒരാളെ കാണിച്ചു കൊടുക്കാനുണ്ടാകുന്നത്. സനൂപ് നിങ്ങളെ പോലെ ഇതുപോലെ വേദിയിലിരുന്ന ഒരു കുട്ടി, മിടുക്കനായ കുട്ടി, ക്ലാസ് ടീച്ചർക്ക് നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന ഒരു കുട്ടി. കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഏതൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതേസമയം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ പഠിച്ചൊരു സ്കൂളിൽ എന്താണ് ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് അഭിമാനിക്കാനുള്ളൊരു സമയം. അത് വായനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നുള്ളത് അതിലേറെ സന്തോഷം. കാരണം
ഞാൻ എന്നെ മനസ്സിലാക്കിയത് അത് അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതിനെനിക്കൊരു സഹായമായിട്ടുള്ള ഒരു ടൂളായിരുന്നു വായന. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി വായനാ മാസത്തിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് നിങ്ങൾ, അതായത് എൻ്റെയൊക്കെ അനിയന്മാരാണ്, അങ്ങനെയുള്ള നിങ്ങൾ എഴുതിയ കുറേ ആസ്വാദന കുറിപ്പുകൾ, അതിൻ്റെ ഒരു സമാഹാരം, അതിൻ്റെ ഒരു കളക്ഷൻ, അതിൻ്റെ പ്രകാശനം, അതെല്ലാം എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു പ്രവൃത്തിയാണ്. അതേസമയം ശാന്തി ടീച്ചർ, മധു സാർ, ശൈലജ ടീച്ചർ, ശശി മാഷ്, സുമ ടീച്ചർ, മനോജ് മാഷ്, അങ്ങനെ എല്ലാവരും എനിക്കറിയാവുന്നവരാണ്, ഇവിടെ ഉള്ള അധ്യാപകരായിട്ടുള്ള എല്ലാവരും. ആ നിലയിലും എനിക്കത് ഏറ്റവും സന്തോഷം. ഇനിയുള്ള വിഷയം വായന. എന്താണ്, എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? ഇതാണ് എനിക്ക് പറയാനാഗ്രഹിക്കുന്നത്. ഞാൻ എന്തിനാണ് വായിച്ചു തുടങ്ങിയത്, എന്തിനാണ് വായിക്കാൻ ഇപ്പോഴും വായിക്കാൻ ശ്രമിക്കുന്നു, ആ ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആരോടാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവരാണ് നമ്മുടെ മൂല്യങ്ങൾ നിർണ്ണയിച്ചത്. നമ്മൾ ഓരോന്നിനും കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ് അതിനപ്പുറത്തേക്ക് പുതിയൊരു ലോകം തുറന്നു എന്ന സംഭവമാണ്, ഒരു കാര്യമാണ് വായന എന്നുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയത് തെറ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പല രീതിയിലാണ് ഇപ്പോൾ വായനയുള്ളത്. ഞാൻ മോശം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്ന കുറേയധികം പുസ്തകങ്ങളുണ്ട്. നമുക്കൊരു കാര്യത്തെ കാണാനുള്ള നമ്മൾ ലോകത്തെ കാണുന്നത് പറഞ്ഞ പോലെ വളരെ ഒരു പൊട്ടക്കിണറിലെ തവളയെ പോലെയല്ലല്ലോ കാണുന്നത്. കാരണം അങ്ങനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും പിന്നിലേക്ക് നമ്മളുടെ ചുറ്റും ഉള്ള കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്, ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ മൂല്യബോധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് സ്ത്രീ വിരുദ്ധമായിട്ടൊരു പരാമർശം പറഞ്ഞാൽ അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ മാറിയ ഒരു മൂല്യബോധമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള എനിക്കൊരുപാട് കാഴ്ചപ്പാടുകൾ വന്നിട്ടുള്ള പെർസ്പെക്റ്റീവ് വന്നിട്ടുള്ള വസ്തുവാണ് പുസ്തകങ്ങൾ, വായന. ഇത് വായനയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തെ, ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു പ്രവൃത്തി, അതുമാണ് വായന. അതൊരു കല എന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തി അത്തരത്തിലുള്ള ഒന്നാണ്. അത് നല്ലൊരു ഫിലിം കാണുമ്പോഴേ കാലത്ത് ഒരു നാസി കൂടാരത്തിൽ പെട്ടുപോയ ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ, ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു ഒരു മത്സരം പോലെ ആക്കിക്കൊണ്ട് ആ കുട്ടിയെ ആ ഭീകരത, ആ നാസി കാലത്തിൻ്റെ ഭീകരതയെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു തമാശ രീതി എന്ന് പറഞ്ഞാൽ അതൊരു ട്രാജഡിയാണ്, ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അങ്ങനത്തെ ഒരു ഫിലിമാണ്. അതൊരു കലയാണ്, അത് നമ്മളെ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത് ജീവിതത്തെ അല്ലെങ്കിൽ ലോകത്തെ കൂടുതൽ സ്നേഹിക്കാനാണ്, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനാണ്. അത്തരത്തിലുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ ഈ വായനയിൽ നിന്ന് പഠിച്ചത്, വായനയിൽ നിന്നല്ല കലയിൽ നിന്ന് പഠിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നിങ്ങളോടും നിങ്ങളെ പലരും വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. കാരണം പറഞ്ഞതുപോലെ ഒരു പുതിയൊരു രീതി ലോകത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ നമുക്ക് ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കും, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രയാസം, ഇതിനാണ് ഞാൻ വായിച്ചത്. അതേപോലെ നിങ്ങളും വായിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നല്ല സിനിമകൾ കാണും, കൂടുതൽ നല്ല പാട്ടുകൾ കേൾക്കും, കൂടുതൽ നന്നായി കലയെ ആസ്വദിക്കാൻ പറ്റും, നല്ല എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. അതാണ് നമ്മൾ എല്ലാവരും മനുഷ്യരുടെ നിലയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ വായന, ഈ ആസ്വാദനങ്ങൾ കൊണ്ടുവന്നത്. ഇത് എഴുതിയ എല്ലാവരും ഹൃദയത്തോടെ നന്ദി പറഞ്ഞു. ഈ പരിപാടിക്ക് എന്നോട് വിളിച്ച മനസ്സാറ് എല്ലാവരും എനിക്ക് കൂടി നന്ദി പറഞ്ഞു. താങ്ക് യു. പൂർവ്വസൂരികൾ തെളിയിച്ച പാതകളിലൂടെ, മഷിയുണങ്ങിയ വഴികളിലൂടെ പുതുതലമുറയുടെ ഒരു സഞ്ചാരം. നന്മകളെ ചേർത്ത് നിർത്താനും തള്ളേണ്ടത് തള്ളാനും പുതിയ മഷിത്താരകൾ വെട്ടാനുമുള്ള ഒരു എളിയ ശ്രമം. എല്ലാം അന്വേഷണമാണ്, തിരിച്ചറിവുകളാണ്. കൈകോർക്കുന്നവർ വീതി കൂട്ടട്ടെ, ഈ ഒറ്റയടിപ്പാതകൾ വിശാല പാതകളാകും വരെ. മഷിത്താര, ശ്രീകൃഷ്ണയുടെ കുഞ്ഞുങ്ങളുടെ ആസ്വാദന സമാഹാരം. എൻ്റെ പൂർവ്വവിദ്യാർത്ഥിയാണവൻ. പക്ഷേ നിങ്ങൾ അറിയുന്നതിനേക്കാൾ മുമ്പ് വായനയിലേക്ക് അവൻ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കിയ ഒരാളാണ്. ഇവിടെ വായനയുടെ സ്രോതസ് എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ലൈബ്രറിയിൽ പോയിട്ട്, മുനിസിപ്പൽ ലൈബ്രറിയിൽ ഞാൻ മുമ്പ് 8ാം ക്ലാസ് പഠിക്കുകയാണ്.
വായിക്കാനും നല്ലൊരു മനുഷ്യനാവാനും അവന് സാധിച്ചു. അത് സാധിച്ചതിന് പിന്നിൽ വായനയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സനൂപിനെ പോലുള്ള അനേകം ലേഖനങ്ങളും കഥകളും എഴുതുന്ന കുട്ടികളുണ്ട് എന്ന് നിങ്ങളും തെളിയിച്ചു തരുമെന്നുള്ള ഒരു പാഠമാണ് ഇതിവിടെ പ്രകാശനം ചെയ്തതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രചിക്കാനുള്ള കഴിവുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്ന് നിങ്ങളെന്നെ മനസ്സിലാക്കുക. അതിനൊരു വേദി ഇവിടെ ശാന്തി ടീച്ചറാണ് ഒരുക്കി തന്നത്. മധുമാഷ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു. SRG കൺവീനറായ നമ്മുടെ സുമ ടീച്ചർ, മലയാളം അധ്യാപകനായ മനോജ് മാഷ്, ഇവരെല്ലാം തന്നെ നിങ്ങളുടെ സാഹിത്യ വാസനയെ വേണ്ടുവോളം പരിപോഷിപ്പിക്കാൻ ഉണ്ട്. നിങ്ങൾക്ക് കൂട്ടുണ്ട്. നിങ്ങൾ നന്നായി എഴുതിക്കോളൂ. എഴുത്തിലൂടെ നിങ്ങൾ നന്നാവുകയുള്ളൂ. ഒരാളും എഴുതിയിട്ട് മോശമായി നിന്ന് വരെ പറഞ്ഞിട്ടില്ല. വായിച്ച് വളരുക എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണ് എനിക്കിവിടെ പറയാനുള്ളത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ആണെങ്കിൽ പോലും നിങ്ങളൊരു സൃഷ്ടിയുടെ ഉടമസ്ഥരാണ്. നിങ്ങളൊരു സൃഷ്ടി നടത്തിയിട്ടുണ്ട്. ഒരു ലേഖനം, മനസ്സിലായി, ഒരു ചെറിയ കഥയോ കവിതയോ അല്ല, ഒരു ലേഖനം എഴുതിയവരാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളിവിടെ ഒരു തുടക്കമാണെങ്കിൽ പോലും പ്രൗഢമായ ഒരു ലേഖനം എഴുതാൻ പാകത്തിന് കഴിവുള്ളവരാണ് നിങ്ങളിവിടെ ഓരോരുത്തരും. ഇതൊരു തുടക്കം മാത്രമാണ്. പിന്നെ നമുക്കിവിടെ പറയുന്ന ഈ ഉദ്ഘാടക ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായിട്ട് എത്തിയ സനൂപം പലരും പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഓരോ പ്രോഗ്രാംസ് നടക്കുമ്പോൾ അതിൻ്റെ പേരൊക്കെ വിളിച്ചു പറയാറുണ്ട്. സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരുന്നു സനൂപ് സുരേഷ്. എന്ത് പ്രോഗ്രാം, സയൻസിൻ്റെയോ ക്വിസ് പ്രോഗ്രാംസോ എന്ത് നടക്കുമ്പോഴും ആദ്യത്തെ പേര് സനൂപിൻ്റെ പേരായിരിക്കും, രണ്ടാമത്തെ പേരുണ്ടാവുക ബാക്കി. അപ്പം അന്ന് മുതൽക്കേ ആ ഒരു വായനയുടെ ആഴം, വായനയുടെ മഹത്വം മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ തുടക്കം നമ്മുടെ സ്കൂള് ആണ് എന്നുള്ളത് നമ്മുടെ സ്കൂളിനും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം കുട്ടികൾക്കും വളരാനുള്ള സാഹചര്യം ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ കലാപരമായിട്ടുള്ള ഉയർച്ചയാണെങ്കിലും അക്കാദമിക തരത്തിലുള്ള ഉയർച്ചയാണെങ്കിലും ഏത് തരത്തിലാണോ കുട്ടിക്ക് വളർച്ച ആവശ്യമുള്ളത് ആ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയിലാണ് നിൽക്കുന്നത്. വായനയുടെയും എഴുത്തിൻ്റെയും ഈ ലോകത്ത് ആദ്യത്തെ ആ പടിയിൽ നിന്നുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് പോവാനുള്ള ആ ഒരു സാധ്യത നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ പുസ്തക പ്രകാശനത്തിന് നേതൃത്വം നൽകിയ മധുമാഷ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്കെല്ലാം ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നത്. കാരണം എൻ്റെ ഒരു കുട്ടി നിങ്ങളെപ്പോലെ തന്നെ 8ാം ക്ലാസ്സിൽ ഇവിടെ വന്നു, 3 വർഷം എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അങ്ങനെ ഒരാൾ നമ്മുടെ ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തിക്കാൻ, അല്ലെങ്കിൽ ഇവിടേക്ക് നമ്മൾ ക്ഷണിച്ച് കൊണ്ടുവന്ന ഈ ഒരു ചടങ്ങ് നടത്താൻ കൊണ്ടുവന്നത് തന്നെ വളരെ സന്തോഷമാണ്. അത് നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ ഒരിക്കൽ സനൂപ് അവിടെ ഇരുന്നിട്ട്
ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. അതോടൊപ്പം തന്നെ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വന്ന് ബുക്കുകൾ എടുത്ത് വായിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ, കുറച്ച് പേർക്ക് മാത്രമാണ് നമ്മൾ അതേ സമയത്ത് ബുക്കുകൾ കിട്ടിയത്. നിങ്ങളുടെ കൂട്ടുകാരെയും ഈ ഒരു വായനയിലേക്ക് അവർക്കും കൂടി താല്പര്യം ജനിപ്പിക്കുക എന്നുള്ള ഒരു ജോലി കൂടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വേദിയിലും അതുപോലെ തന്നെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ വായനാ പ്രസാരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു സമാപനം എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എഴുതിയ ഒരു കയ്യെഴുത്ത് മാസിക ഇവിടെ പ്രകാശനം ചെയ്തു. അപ്പോൾ ഞാൻ നമ്മുടെ മനുഷ്യരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വം. ഒന്ന് ഞാനായിട്ടുള്ള ഒരു വ്യക്തിത്വം, മറ്റൊന്ന് ഞാൻ സമൂഹത്തിലെ വിവിധ ആളുകളായിട്ടും വിവിധ സാഹചര്യങ്ങളായിട്ടും വിവിധ പുസ്തകങ്ങളുമായിട്ടും ഞാൻ ഇടപെടുമ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു ഞാൻ. മനസ്സിലാക്കാൻ പ്രയാസമാണ്. രണ്ട് തരം ഞാനുണ്ട്. ഒന്ന് ഞാൻ മാത്രമായിരിക്കുന്നത് ഞാൻ, അതല്ലാണ്ട് വേറൊരു ഞാനുണ്ട്. അത് സാമൂഹ്യ ബന്ധങ്ങളുടെ സഞ്ചിത രൂപമായിട്ട് ഉള്ള ഒരു ഞാൻ. ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇടപെടുന്ന വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ, വായിക്കുന്ന കുറേ പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിൽ ഒരു സഞ്ചിത സംസ്കാരം ഉണ്ടാക്കുന്നത്. ഈ സഞ്ചിത സംസ്കാരമാണ് നമ്മളുടെ എഴുത്തിലൂടെയോ നമ്മളുടെ വർത്തമാനത്തിലൂടെയോ പ്രകടമാകുന്നത്. ഈ കാലം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ, കേശവദേവിന്റെ, പൊൻകുന്നം വർക്കിയുടെ ഒക്കെ ദിനങ്ങൾ ആചരിക്കുന്ന ഒരു കാലമാണ്. ദേവ്, വർക്കി, ബഷീർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരാരും എഴുത്തിലൂടെ മാത്രം സാംസ്കാരികമായ ഇടപെടലുകൾ നടത്തിയ ആളുകളെ അല്ല, മറിച്ച് ജീവിതത്തിൽ തന്റെ ആശയങ്ങളും ആദർശങ്ങളും നടപ്പിലാക്കിയ എഴുത്തുകാരായിരുന്നു. വാക്ക്. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ അക്ഷരപ്പിച്ച നടന്നു. നിലാവിലെ നീലവാനം പോലെ ഞാനൂറി വന്നൊരാ നാദമൂകാജലമെന്നിലലിഞ്ഞുപോയി. മക്കളെ എന്നു പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. വിൺപൊക്കത്തിൽ എന്നെ എടുത്തുയർത്തും വൻപ്. ചൊൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും എൻ മണമൊക്കെയുണ്ണിക്കെന്നു പൂവുകൾ. ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ. നീ വിളക്കാവുകെന്നർക്കചന്ദ്രാനലർ. താളമേ നീയെന്നു താരാട്ടുകാറ്റുകൾ. മുന്നമേ വന്നു നിറഞ്ഞൊരാകാശമെൻ കണ്ഠതമ്പുരുവിൽ തുടർന്നു ശ്രുതിസാധകം. കാലം കടഞ്ഞോരു വിസ്മയം നക്ഷത്രനാളമായി നിന്നു വിദൂരമരീചിയായി. നക്ഷത്രമെന്നോടു ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരമെന്തേ രസിച്ചുവോ പൈതലേ? വാക്ക് മണക്കുന്നിനിക്കുന്നു. വാക്ക് എന്നെ നോക്കി ചിരിക്കാൻ വിളക്കു കത്തിക്കുന്നു. കിക്കിളിയാക്കുന്നു നാദമായി വന്നെന്നെ അക്കരെ കൊണ്ടുപോയിടുന്നു. വാക്കെൻ്റെ അമ്മയച്ഛനുമാകുന്നു. വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. നക്ഷത്രമെന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരമെന്തേ നിനക്കു ബോധിച്ചുവോ? തൊട്ടു വരയ്ക്കും വരകളിലക്ഷരം
അക്ഷരത്തൂമയിലാനയും തുമ്പിയും രസാഞ്ജനമിട്ടു ഞാൻ കൂട്ടി വായിച്ചാൽ അനന്തരാഗത്തിൻ്റെ വേലാതരംഗങ്ങൾ എത്ര കണ്ടാലും അതിനുമപ്പുറം നിന്നുമെന്നെ ക്ഷണിക്കും പുരാണമുത്തശ്ശിമാർ വാക്കുകൾ.